ഫെമിനിസത്തിൻ്റെ കുറേ പ്രശ്നങ്ങൾ പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ആണുങ്ങളാണോ ഫെമിനിസ്റ്റെ പറ്റി പറയുക, അത് സ്ത്രീകളുടെ വിഷയമല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ ഫെമിനിസ്റ്റ് ബുദ്ധിജീവികളുടെ കൊടുത്തിരുന്നു. ഫെമിനിസ്റ്റ് ബുദ്ധിജീവികൾ തുടക്കത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ റാഡിക്കലായിട്ട് പലരും പറയുന്ന പല ആശയങ്ങളും എഴുത്തിലൂടെയും പ്രചരണങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ലേറ്റർ അവരുടെ 30s 40s 50s അത് തിരുത്തി പറഞ്ഞതിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോഴും ഈ ആളുകൾക്ക് ഇത് വല്ലാതെ ഡൈജസ്റ്റ് ആവില്ല, കാരണം അത് ഏതൊക്കെയോ പുസ്തകങ്ങളിൽ എഴുതി വെച്ച എന്തൊക്കെയോ ടൈറ്റിലുകൾ, എന്തൊക്കെയോ ലേഖനങ്ങൾ മാത്രമാണ്. പക്ഷെ നമ്മളിപ്പോൾ കാണുന്ന കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ, ഒരുപാട് ലേമേനായിട്ടുള്ള സ്ത്രീകൾ, നോർമൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരുപാട് ഫെമിനിസ്റ്റിനെതിരെ അതിൻ്റെ പ്രശ്നങ്ങളെ പറ്റി നമ്മൾ പറയുന്നതിനേക്കാൾ ഡീപ്പായിട്ടുള്ള പോയിന്റ്സ് പറയണം. അപ്പോൾ അതിൽ ചില റീൽസ് നമുക്ക് കണ്ടുവെക്കാം. You're a woman. How can you not be a feminist? Why would I support a movement that has convinced women to leave the home, spend less time raising their own children, and hand that job over to systems and corporations instead? Why would I support a movement? ഓരോ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത്, ഞാൻ എന്തിനും അങ്ങനെ ഒരു സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ അതെ, എന്നിട്ട് ഒരു കൺസ്യൂമറിസത്തിലേക്ക്, പിന്നെ സത്യത്തിൽ ഒരു പാട്രിയാർക്കിയിലേക്ക് പോകൂ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ വീട് വിട്ടിറങ്ങും. അപ്പോൾ ഇതാണ് ഒരു 60s തുടക്കത്തിൽ US പറഞ്ഞത് ഇതാണ്, നിങ്ങൾ എന്തിനു വീട്ടിൽ നിൽക്കണം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. പിന്നെ വൈ ഷുഡ് മെൻ ഹാവ് ഓൾ ദ പ്ലഷേഴ്സ് എന്നുള്ള ചോദിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിലും സെയിം വേർഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, വീടിനകത്തിരിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്, വീടിന് തീ കൊളുത്തു എന്നാണ് ഇവിടുത്തെ ഒരു മുഖ്യധാര മാസികയിൽ എഴുതി വെച്ചത്. മുഖ്യധാര പ്രസ്ഥാനത്തിന്റെ ഒരു മാസികയിൽ എഴുതി വെച്ചത് നിങ്ങൾ വീടിന് തീ കൊളുത്തു എന്നുള്ളത്. അപ്പം ഇങ്ങനെ പുറത്തിറക്കുക, ഈ പുറത്തിറക്കണം എന്തിനു വേണ്ടിയിട്ടാണ്? ആണ് ആസ്വദിക്കുന്നതും ആണ് ചെയ്യുന്നതും നിങ്ങളും ചെയ്യൂ. നിങ്ങളെന്തിനാണ് വീട്ടിൻ്റെ അകത്ത് നിൽക്കുന്നത്? ഇത് പറഞ്ഞുകൊണ്ട് വരെ പുറത്തിറക്കുകയാണ്. അതാണ് അവർ പറയുന്നത്. And that told women success means burnout, stress, antidepressants, drinking more, and spending your life in a corporate office. ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ പോയിട്ട് ആ സ്ട്രെസ്സും പ്രഷറും ഒക്കെ ആന്റിഡിപ്രസൻസ് അടിച്ച് ഡ്രിങ്ക് ചെയ്ത് എന്നിട്ട് സോഷ്യലി ഡ്രിങ്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അനുഭവിക്കുന്ന ആണനുഭവിക്കുന്ന എന്തോ ഒരു പ്രിവിലേജ് ആയിട്ടാണ് ഇവർ ഈ സോഷ്യൽ ഡ്രിങ്കിങ് എന്നൊക്കെ കാണുന്നത്. അതാണ് സക്സസ് എന്ന് പഠിപ്പിച്ച് ഞാൻ അംഗീകരിക്കണം എന്ന് വെക്കുന്നത്. ആ സക്സസ് നമുക്കും കിട്ടണമെങ്കിൽ നമ്മളും ഇതേപോലെ സ്ട്രെസ്സും പ്രഷറൊക്കെ പോകണം എന്നുള്ളതാണ്. വീട്ടിൽ ഇപ്പോൾ ഒരു സാധാരണ സ്ത്രീ ചിലപ്പോൾ വീട്ടിൽ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതാണെങ്കിൽ ഇത് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്ത് പുറത്തിറക്കി എന്നിട്ട് ഇവർ ഈ കോർപ്പറേറ്റ് പ്രഷറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാണ് സക്സസ് എന്നുള്ളത് വരുത്തി തീർക്കുകയാണ് എന്ന് സ്ത്രീകൾ പറയണം. ഇപ്പോൾ അതിനെ ഞാനെന്തിന് വൈ വുഡായി, ഞാനെന്തിന് അതിനെ അക്സെപ്റ്റ് ചെയ്യണം, ഞാനെന്തിന് ആ ഫെമിനിസ്റ്റ് ചൂസ് ചെയ്യണം എന്നുള്ളത് സ്ത്രീകൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അങ്ങനെ ബേൺ ഔട്ടും സ്ട്രെസ്സും ആന്റിഡിപ്രസൻസും സോഷ്യൽ ഡ്രിങ്കിങ്ങും ഇതൊക്കെ ഒരു കോർപ്പറേറ്റ് ഓഫീസിലെ ജോലിക്ക് വേണ്ടി, അതെൻ്റെ ഫാമിലിക്ക് വേണ്ടിയല്ല, എൻ്റെ എന്താ പറയുക, എൻ്റെ പാർട്ട്ണറിന് വേണ്ടിയല്ല, എൻ്റെ അച്ഛനോ അമ്മക്കോ വേണ്ടിയല്ല, എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ല. ഈ ബേൺ ഔട്ടും സ്ട്രെസ്സും ഡ്രിങ്കിങ്ങും ഒക്കെ ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? ജസ്റ്റ് ഫോർ എ കോർപ്പറേറ്റ് ജോബ്, ഒരു കോർപ്പറേറ്റ് ഓഫീസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അവിടെ ഒരു ബോസ് ഉണ്ട്, ആ ബോസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അത് അടിമത്തല്ല, അല്ല, വീട്ടിലെത്തുമ്പോൾ അടിമത്താണ്. ഇത് എംപവർമെന്റ് ആണ്. ബോസിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്ന എംപവർമെന്റ് ആണ്. വീട്ടിലാണെങ്കിൽ അടിമത്ത കോട്ടൺ. കാരണം നമ്മളെ സ്വന്തം ആൾക്കാർക്ക് ഒന്നും ചെയ്ത് കൊടുക്കാൻ പാടില്ല, കാരണം അത് സ്ലേവ് വരെയാണ്, അടിമത്താണ്. Women today are more anxious, depressed, medicated, and disconnected than ever. That does not sound empowering to me. Women do not operate. അതെനിക്ക് എംപവറിംഗ് ആയിട്ട് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. Like men biology, men operate on a 24-hour cycle. Women operate on a monthly cycle. Yet society expects women to live, work, and compete exactly like men while ignoring their nature completely. Thanks to the great old feminism. അത് ഭയങ്കര ഒരു പോയിന്റ് ആണ്. അതായത് സ്ത്രീകളുടെയും പുരുഷന്റെയും നേച്ചർ വ്യത്യസ്തമാണെന്ന് പരിഗണിക്കാതെ പുരുഷൻ ചെയ്യുന്നത് പോലെ സ്ത്രീ ചെയ്യണമെന്ന് സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ചെയ്യിപ്പിക്കുകയാണ്, ഫോഴ്സ് ചെയ്യാണ്, ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുകയാണ്. ആ സൈക്കിൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. അതായത് ഇപ്പോൾ പെണ്ണിൻ്റെ സൈക്കിള് 28 days സൈക്കിളാണ്, നമ്മൾ ഓൾമോസ്റ്റ് 1 month സൈക്കിളാണ്. ഈ 1 month സൈക്കിൾ നമ്മൾ 4 വീക്കായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ 4 വീക്കിൽ ഒരു പെണ്ണ് ഏറ്റവും ആക്റ്റീവായ, ഹൈലി കോൺഫിഡൻ്റായി, നല്ല പെർഫോമൻസ്, ഒരു എബിലിറ്റി ഉള്ളൊരു ടൈം എന്നുള്ളത് സെക്കൻഡ് വീക്കിൻ്റെ എൻഡിൽ. ആ സമയത്താണ് അവർ ഓവുലേഷനൊക്കെ നടക്കുന്നത്. പിന്നെ ആ സമയത്ത് അവരൊരു ടാസ്ക് ഏറ്റെടുത്താലോ അല്ലെങ്കിൽ ഒരു എക്സാമിന് പോയാലൊക്കെ നന്നായി പെർഫോം ചെയ്യാൻ കഴിയും. അത് അവരെ ഏറ്റവും ആക്റ്റീവ് പീരീഡാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദ 4th വീക്കിൽ വരുമ്പോൾ ഇവർ ഭയങ്കര വീക്കാവും, ഫിസിക്കലി വീക്കാവും. ഇവർക്ക് പിന്നെ ഈ അബ്ഡോമിനൽ ക്രാംസ് കാര്യങ്ങൾ, പിന്നെ ഇത് മാത്രമല്ല
ബ്രെയിൻ ഫോഗ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്, മറവി ഉണ്ടാവും, ബ്രെയിൻ ഫോഗ് ഉണ്ടാവും, ഭയങ്കര ഇമോഷണലി ഇതാവും, പെട്ടെന്ന് അടുത്തുള്ളവർ ദേഷ്യപ്പെടും, ഇതാകും, പല ടൈപ്പ് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. ഇങ്ങനത്തെ ഒരു പെണ്ണിനെയാണ് ഈ ആണുങ്ങൾ വർക്ക് ചെയ്യുന്ന ഈ കോർപ്പറേറ്റ് പ്രഷറിൽ അണ്ടറിൽ കൊണ്ടുപോയിട്ട് വെക്കുന്നത്. ആണ് എന്നുള്ളത് ആണിൻ്റെ സൈക്കിൾ നേരെ തിരിച്ചാണ്, 24 hours സൈക്കിളാണ്. ആണിൻ്റെ പിന്നെ ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ളത് രാവിലെ എണീക്കുമ്പോൾ ഏറ്റവും ഹൈ ആയിരിക്കും. ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ വേറൊരു സാധനം, ടെസ്റ്റോസ്റ്ററോണിൻ്റെ വേറൊരു ഇത് പറയണമെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ചേസ് ആൻഡ് ഹണ്ട് ഹോർമോൺ എന്നാണ്. അതായത് നമ്മളൊരു ടാർഗറ്റ് കണ്ടാൽ അതിനെ പിന്തുടർന്ന് ഗ്രാബ് ചെയ്യുക, അച്ചീവ് ചെയ്യുക എന്നുള്ളത് ടെസ്റ്റോസ്റ്ററോൺ കൊടുക്കുന്ന ഒരു ഇതാണ്. അതാണ് ആണിനെങ്ങനെ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കുന്നത്, പ്രൊഡക്റ്റുകൾ, കാര്യങ്ങൾ, ഇതിലേക്കൊക്കെ ആണ് പോകുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, ആണ് പോകും. ഇത് കണ്ടിട്ട് പെണ്ണിന് സ്പേസ് ഇല്ല, പെണ്ണിനും വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ വരുന്നത് സെൻറ്ററിൽ രണ്ട് ബയോളജി, രണ്ട് സൈക്കിളാണ്. അപ്പോൾ ഈ സൈക്കിളാണ് അവർക്ക് നോർമലി നാച്ചുറലിയും ചെയ്യുന്നതിനപ്പുറമുള്ള ഒരു കാര്യം അവരെ ഫോഴ്സ് ചെയ്ത് അതില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ പ്രഷർ കൊടുക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളതാണ്. അതേസമയം പെണ്ണിന് ഇതേപോലെ നാച്ചുറലായിട്ട് ചെയ്യാൻ കഴിയും. പെണ്ണിൻ്റെ ഇപ്പോൾ ഈസ്ട്രജൻ പെണ്ണിന് കൂടുതലും കൊടുക്കുന്നത് ഇറ്റ്സ് സംതിങ് ലൈക്ക് എൻ എമ്പതി, കമ്പാഷൻ, കെയർ ഗിവിങ്, ആ ഒരു സാധനമാണ്. അതുകൊണ്ടാണ് പിന്നെ പെണ്ണ് നാച്ചുറലി എത്തിച്ചേരുന്ന കുറേ ഇതുണ്ട്. നഴ്സ്, പിന്നെ ഈ സൈക്കോളജിസ്റ്റ്, അതേപോലെ തന്നെ ടീച്ചർ, ഇങ്ങനെ ഒരു കെയർ ഗിവിങ്, ഒരു ഹ്യൂമൻ ടച്ചുള്ള ഇമോഷണലായിട്ടുള്ള സാധനങ്ങൾ ട്രാൻസാക്ട് ചെയ്യുന്ന ജോലികൾ അവിടെ നോർമലി പെണ്ണുങ്ങൾ എത്തിച്ചേരും ജനറലി. അതേപോലെ ആണുങ്ങൾ എത്തിച്ചേരുന്ന ഇങ്ങനത്തെ സാധനങ്ങളിലാണ്. ഒരു പിന്നെ ഹൈ റിസ്ക് ഉള്ള, പിന്നെ ഭയങ്കര ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന രൂപത്തിലുള്ള സാധനങ്ങൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ രണ്ടുപേരും ഹോർമോൺ അവരെ അതിനേക്കാണ് നാച്ചുറലി കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇത് ആണിൻ്റെത് എന്തോ ഒരു ഗ്ലോറിഫൈഡ് സാധനവും പെണ്ണിൻ്റെ എന്തോ ഒരു മോശം സാധനം. അതുകൊണ്ട് അതെത്തിയാലേ നമ്മളും എവിടെയെങ്കിലും സക്സസ്. ആണിന്റെ നേച്ചറാണ് എല്ലാവരും എത്തുന്ന നേച്ചർ. അതാണ് ഒരു സക്സസിന്റെ ഒരു എന്താ പറയാ മാർക്കായിട്ടുള്ള നേച്ചർ, ക്രൈറ്റീരിയ അതാണ്. അത് സ്ത്രീകളുടെ നേച്ചർ അതല്ലെങ്കിൽ പോലും അവരുടെ നേച്ചറിൽ പെർഫെക്റ്റ് ആയാൽ അവർ ബെസ്റ്റ് അല്ല. അവരെന്ത് ചെയ്യണം, പുരുഷന്റെ നേച്ചറിലേക്ക് സ്വിച്ച് ചെയ്യണം, എഫേർട്ട് എടുത്ത് ബുദ്ധിമുട്ട് സ്വിച്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉള്ളൂ എന്ന് പറയുന്ന ഫെമിനിസം. വൈ വുഡ് ഐ ചൂസ് ദാറ്റ്? ഞാൻ എന്തിനാ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് സ്ത്രീകൾ ചോദിക്കുന്നതാണ്. യെസ്. Great old feminism, am I right? I'm not against women having ambition. I'm against anything that destroys family, disconnects women from their femininity, and calls it freedom. നമ്മൾ അഗെയിൻസ്റ്റ് അല്ല. അതെ, എന്താണോ ഫെമിനിറ്റിയിൽ നിന്ന് പെണ്ണിനെ ഡിസ്കണക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അത് വളരെ ഫെമിനിറ്റിയിൽ നിന്ന് സ്ത്രീയെ ഡിസ്കണക്ട് ചെയ്യുകയും അതിനെ ഫ്രീഡം എന്ന് വിളിക്കുകയും ചെയ്യുന്നതിനാണ് ഞാൻ എതിർക്കുന്നത്. ഒരിക്കലും സ്ത്രീകൾക്ക് അംബിഷൻ ഉണ്ടാകുന്നതിനോ ചേസ് ചെയ്യുന്നതിനോ സ്വാഭാവികമായിട്ടും ആരും എതിരല്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ സ്വാഭാവികമായിട്ടും കൊടുക്കേണ്ടതുമാണ്. പക്ഷെ അവരുടെ പ്രകൃതമല്ലാത്തൊരു കാര്യത്തെ അവരുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് അതാണ് നിങ്ങളുടെ ഫ്രീഡം എന്ന് പറയുകയും അതിനെ ഗ്രാബ് ചെയ്യുന്ന അതിനെ അച്ചീവ് ചെയ്യുന്നതും അതാണ് നിങ്ങളുടെ ആക്ച്വൽ സക്സസ് എന്ന് പറയുന്നതും അത് സ്ത്രീയോടും ഫെമിനിറ്റിനോടും ചെയ്യുന്ന ദ്രോഹം എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് റീൽസ് ഉണ്ട്, നമുക്ക് വേറൊരു എക്സാമ്പിളോട് നോക്കാം. Would you say modern feminism has made women happier? No, and we can look at every statistic. The happiest women are married women with children. There's also something called the paradox of declining female happiness, which shows that we are more free technically than ever as women in society. We have more opportunity. We can basically do whatever we want, but the happiness is steadily declining in women. സ്ത്രീകളുടെ സന്തോഷം സ്റ്റഡിലി ഡിക്ലൈൻ ചെയ്യുന്നു. മാരീഡ് ആയിട്ടുള്ള കുട്ടികളുള്ള സ്ത്രീകൾക്കാണ് സന്തോഷം കൂടുതൽ. ഒരു കാലത്തും ഇല്ലാത്ത അത്ര ഫ്രീഡം ഉണ്ട് നമുക്കിന്ന്, ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്കലി സന്തോഷം താഴേക്ക് പോകുന്നതാണ്. നമ്മൾ വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്ത പോലെ തന്നെ നമ്മളിപ്പോൾ പാർവതി തിരുവത്തിൻ്റെ ഇത് പറഞ്ഞു, നോട്ട് ഹാവിങ് എ ചൈൽഡ് ഈസ് ഓൾസോ എ മദർഹുഡ്. ഞാനതാണ് ചൂസ് ചെയ്യണമെന്നുള്ളത്. അതൊക്കെ അവിടെ ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവർ ചൂസ് ചെയ്യുന്നത് ഇതാണ്, എനിക്ക് കുട്ടികൾ വേണ്ട, ഞാൻ അതിലാണ് ഹാപ്പി എന്നുള്ളത്. പക്ഷെ ആ ഹാപ്പി ശരിക്ക് ഒരു പ്ലഷർ സീക്കിങ് അല്ലെങ്കിൽ അവരൊരു സഫറിങ് ഒഴിവാക്കുന്നതാണ്. യഥാർത്ഥ ഹാപ്പിനെസ് ഇപ്പം ഇവർ പറഞ്ഞാണ്. ഇതൊരു സ്ത്രീയാണല്ലോ, അപ്പോൾ ആരാണോ പിന്നെ വിവാഹം കഴിച്ച് കുട്ടികളുണ്ടായിരിക്കുന്നത് ആ സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ഹാപ്പി എന്നുള്ളത്. ഇപ്പോൾ മാർട്ടിൻ സെലിഗ്മാൻ, ഫാദർ ഓഫ് പോസിറ്റീവ് സൈക്കോളജി, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സൈക്കോളജിസ്റ്റ് മാർട്ടിൻ സെലിഗ്മാൻ പറയുന്ന മീനിങ് ഫുൾ കണക്ഷൻസ് ഹാപ്പിനെസ്സിൻ്റെ ഒരു ബേസാണ്. ആ മീനിങ് ഫുൾ കണക്ഷൻസിൽ നിങ്ങളുടെ ഈ ക്ലോസ് റിലേഷൻഷിപ്പാണ് വരുന്നത്. നമ്മൾ ഹസ്ബൻഡ്, കുട്ടികൾ, പാരൻസ്, ഇത് മനുഷ്യൻ്റെ ഹാപ്പിനെസ്സിന് ഏറ്റവും ബേസായിട്ടുള്ളൊരു സാധനമാണ് ഈ മീനിങ് ഫുൾ കണക്ഷൻ എന്നുള്ളത്.
ഞാൻ ആസ് എ ഇൻഡിവിജ്വൽ ഞാൻ ജീവിച്ചോളാം എന്നുള്ളൊരു ഹൈപ്പർ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്താഗതി അവർക്ക് പ്ലഷർ കൊടുക്കും, പക്ഷെ നെവർ അവർ ഒരിക്കലും ഹാപ്പി ആവില്ല. അതും ആ പ്ലഷർ പോലും ഒരു സമയത്തിലേക്ക് മാത്രം ലിമിറ്റഡ് ആയിരിക്കും. എല്ലാ പ്ലഷറും ഷോർട്ട് ടേം ആണ്. യെസ്, ഹാപ്പിനെസ് അതായത് സസ്റ്റെയിൻ ചെയ്യില്ല. ഈ ഫുൾഫിൽമെന്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഫുൾഫിൽമെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ സംതിങ് വി ഹാവ് ടു ഗീവ്. പ്ലഷർ എല്ലാം എവറിത്തിങ് വി ആർ ടേക്കിങ്. ഞാൻ എടുക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു സെൽഫിഷ് ആണ്. പ്ലഷർ ഒരു പരിധി വരെ ഒക്കെ ആകാം, പക്ഷെ ഒരു പരിധി വിട്ട് പോകുന്ന പ്ലഷർ, കാരണം പ്ലഷർ എല്ലാം നമ്മൾ ടേക്കിംഗ് ആണ്. എന്താണ് ഗിവിങ്, അതാണ് ലോങ് ടേം ഹാപ്പിനെസ്, ഫുൾഫിൽമെന്റ് എന്നൊക്കെ നമ്മൾ. അതിന് ആ ഹാപ്പിനെസ്സിന് റിലേഷൻഷിപ്പുകളെക്കാൾ വേറൊരു അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വേറൊരു എലമെന്റ് ഇല്ല എന്നാണ്. ഫാമിലി ഉണ്ടാവുക, കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സമയം കൊടുക്കുകയാണ്, എൻ്റെ പലതും അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്നതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു ലോങ് ടേം സാധനമുണ്ട്. അതാണ് നമ്മൾ ആ അനുഭവിക്കുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഈ മരണാസന്നരായിട്ടുള്ള ആളുകളോടുള്ളൊരു ഒരു സർവേ ഉണ്ടായിരുന്നു അതിൽ. ആ സർവേൻ്റെ മെയിൻ ഫോക്കസ് എന്നതാണ് നമ്മളെല്ലാവരും പല കാര്യങ്ങളോട് റിഗ്രറ്റ് ചെയ്യാറുണ്ട് അവസാനത്തെ സമയത്ത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ റിഗ്രറ്റ് ചെയ്യുന്ന മുന്നേ എന്തുണ്ടാക്കിയിരുന്നെങ്കിൽ, എന്തിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ബെറ്റർ ആകുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളും ചൂസ് ചെയ്യുന്നത് ഞാൻ കുറച്ചും കൂടി ബെറ്റർ റിലേഷൻഷിപ്സ് ഉണ്ടാക്കുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ്. അത് കൈൻഡ് ഓഫ് റിഗ്രറ്റ്, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. അപ്പോൾ റിലേഷൻഷിപ്പിന് ഒരാളുടെ ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്ന എന്താ പറയുക ഡെപ്ത് എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. അതിൽ എൻ്റേതെന്ന് പറയാൻ പറ്റുന്ന ആളുകൾ, എൻ്റെ പാർട്ട്ണർ, എൻ്റെ മക്കൾ, അത് കുറച്ചും കൂടി ആഴത്തുള്ളതാണ്. അതിനൊരു സമയമുണ്ട്, അത് പ്രത്യേകം അത് ഏത് സമയത്തും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അത് ബിൽഡ് ചെയ്യേണ്ട ടൈമിൽ അത് ബിൽഡ് ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹാപ്പിനെസ് സ്വാഭാവികമായിട്ടും കുറയുന്നതാണ്. യെസ്, ഇനി ഒരു റീലും കൂടെ നമുക്ക് കാണാം. What Malvika is pointing out is studied by Shania Orgad and Rosalind Gill in their book called Confidence Culture. They study the rise of what they call the confidence imperative, which is this cultural obsession with telling women to become more confident, resilient, empowered, and self-loving, but through consumerism. This consumerism is deeply tied to what they call commodity feminism, where feminist language, including, if not all the words that I used before, are mobilized to sell women products, aesthetics, and a lifestyle instead of political change. So feminism stops being about dismantling systems and starts becoming more about consumption. Liberation becomes something you can purchase: the right skincare, the right supplements, the right clothes, the right nails, the perfect everything. Confidence culture redisciplines women back to the surveillance of the self. It shifts attention away from structural inequality and relocates it back into women's bodies, emotions, and routines. If you already haven't guessed it, confidence culture is not really about liberation. It's a neoliberal system that turns structural problems into psychological failures. Instead of asking, why are women exhausted? Why are they underpaid? Why are they serving? അത് അവർ ആക്ച്വലി ഫെമിനിസ്റ്റിൻ്റെ ഒരുപാട് സൈഡുകൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും അത് ഫെമിനിസത്തിൻ്റെ പല വശങ്ങൾ പല ആളുകൾ എക്സ്പോസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഒരുപാട് സൈഡുകൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പോലും ഇവരെന്ത് ചെയ്യാണ്, ഇവർ അംഗീകരിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് കൺസ്യൂമറിസത്തിലൂടെ ഈ ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ ഫെമിനിസ്റ്റിൻ്റെ ഒരു വശം സ്ത്രീകളെ ട്യൂൺ ചെയ്യുന്നതാണ്. അത് അവരുടെ ആക്ച്വൽ പ്രോബ്ലങ്ങളെ പോലും എന്താ പറയുക ചൂസ് ചെയ്യാൻ പറ്റാതെ, അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാതെ, ആ സ്ട്രക്ചറൽ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ പറ്റാതെ അവരെന്താണ് നൈൽ പോളിഷ് ചെയ്യുന്നു, സ്കിൻ കെയർ ചെയ്യുന്നു. അത് അവരുടെ സിമ്പിൾ ഫിസിക്കൽ എന്താ പറയുക അട്രാക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് കൊണ്ടുപോയി അവരെ ഒരുപാട് കൺസ്യൂം ചെയ്യിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ അലങ്കരിച്ച് നടക്കുക, ഒരു പുരുഷന്റെ കണ്ണിന് പ്ലീസിങ് ആകുന്ന രീതിയിൽ നടക്കുക. അതാണ് നിങ്ങളുടെ സക്സസ് എന്ന് അവർ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അത് കോൺഫിഡൻസിന്റെ പ്രധാനപ്പെട്ട ഭാഗമായി മാറ്റുന്നത്. ഒരാളുടെ ഒതന്റിക് സെൽഫിൽ അയാൾ കോൺഫിഡൻ്റ് അല്ല എന്നുള്ളതാണ് ഈ പറയുന്നത്. ഒരു പെണ്ണിൻ്റെ ഒതൻറ്റിക് സെൽഫിൽ അവളെ തീരെ കോൺഫിഡൻ്റ് അല്ലാതാക്കുക, അവളുടെ സെൽഫ് എസ്റ്റീമിനെ അങ്ങേയറ്റം കുറയ്ക്കുക, എന്നിട്ട് ഒരു ഇൻഫീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യുക. ആ ഇൻഫീരിയോറിറ്റിനെ പിന്നെ സെല്ല് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റലിസം ചെയ്യുന്നത്. അതാണ് ഇവർ ഈ ഒരു കോസ്മെറ്റിക്സ് എസ്തെറ്റിക്സ് കൾച്ചറിലേക്ക് വരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു പെണ്ണും ആസ് ഇറ്റ് ഈസ് അവരുടെ ഇതിലെന്തല്ല കോൺഫിഡൻ്റ് അല്ല, അവർക്ക് സെൽഫ് എസ്റ്റീം ഇല്ല. അപ്പോൾ ദേ ഹാവ് ടു സ്പെൻഡ് മോർ. എന്നിട്ട് എന്താ പറയുന്നത്, എന്തിനാ റിവീലിംഗ് ക്ലോത്ത് ഇടുന്നത്, കോൺഫിഡൻസ്, എനിക്ക് കോൺഫിഡൻ്റ് ആണ്. അതാണ് അതെങ്ങനെ കോൺഫിഡൻ്റ് ആവണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് ഈ ചാനലിൽ തന്നെ. അപ്പോൾ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ
അതിന് ഫെമിനിസം എന്ന് പേരും, അത് എംപവർമെന്റ് എന്ന് പേരും. എത്ര അബദ്ധം. അപ്പോൾ ഒന്ന് ആലോചിച്ച് അവരുടെ സെൽഫിൽ കോൺഫിഡൻ്റ് അല്ലാതിരിക്കാൻ വേണ്ടി അവരെ പഠിപ്പിച്ചു. എന്നിട്ട് കോൺഫിഡൻ്റ് ആവാൻ വേണ്ടി കോൺഫിഡന്റ് ആക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരിപ്പോഴും ബ്ലെയിം ചെയ്യുന്ന ആരെയാണ്? ഇത് നിങ്ങളെ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നവരെ ബ്ലെയിം ചെയ്യുന്നത്. ഈ കോൺഫിഡൻസ് അവരുടെ സെൽഫിൽ അവർക്ക് കോൺഫിഡൻസ് ഇല്ലാതാക്കിയ ആളുകൾ ഇപ്പോഴും അവർക്ക് ഓക്കെയാണ്, അല്ലെങ്കിൽ ഗ്ലോറിഫൈയിങ് ആയിട്ടുള്ള ആളുകളാണ്, സിസ്റ്റമാണെന്നുള്ളതാണ് ഒരു ഭയങ്കരമായിട്ടുള്ള പാരഡോക്സ് എന്നുള്ളതാണ്. അതിന് അവർ ചിലവാക്കുന്ന ടൈമുകൾ. പിന്നെ ആലോചിച്ച് നോക്ക്, ഞാൻ പിന്നെ എനിക്ക് കോൺഫിഡൻറ്റ് ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഒരാളെ മുമ്പിലേക്ക് 4 ആളെ മുമ്പിലേക്ക് ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ ചിലവാക്കേണ്ട പൈസ, ഞാൻ പിന്നെ സ്പെൻഡ് ചെയ്യേണ്ട ടൈം, ഇതിനെക്കുറിച്ചൊക്കെ കുറേ പഠനങ്ങളുണ്ട്. എത്ര സമയം സ്പെൻഡ് ചെയ്യണം, എത്ര പൈസ സ്പെൻഡ് ചെയ്യണം, എന്നിട്ടാണ് അവർ എത്ര ആയാലും എന്നിട്ട് ഇവരുടെ ഒതൻറ്റിക് സെൽഫിൽ എന്തില്ല, ഇവർക്ക് കോൺഫിഡൻ്റ് ഇല്ല. യെസ്, അതായത് ഇപ്പോൾ എല്ലാത്തിലും പുരുഷനോട് കമ്പയർ ചെയ്യുന്നവർ ഇതിൽ പുരുഷനോട് കമ്പയർ ചെയ്യാറുള്ളതാണ്. പുരുഷന് ഇത് പ്രഷറുള്ളത്. ഇപ്പോൾ ഒരു സ്കിൻ കെയറും ഇല്ലാതെ ഒന്നും ചെയ്യാതെ ജസ്റ്റ് എന്താ പറയുക ഷർട്ടും പാൻറ്റും ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാനും ആരുടെ മുന്നിലും ഏത് ടൈപ്പ് ഓഫ് എന്താ പറയുക വേദിയിലും ഇരിക്കാനും സംസാരിക്കാനുമുള്ള കണ്ടീഷൻ പുരുഷനുണ്ട്. അവന് കോൺഫിഡൻസിൽ ഒന്നും ചെയ്യേണ്ട. ഒന്ന് ആലോചിക്കും കേട്ടോ, സ്ത്രീയും പുരുഷനും അബ്സൊല്യൂട്ട് ഈക്വൽ ആണെന്ന് നമ്മൾ പറയുന്നത്. പുരുഷന് കോൺഫിഡൻസിന് ഒന്നും ആവശ്യമില്ല. സ്ത്രീക്ക് സ്ത്രീ എങ്ങനെയാണോ അങ്ങനെ വന്നാൽ കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാവാൻ പാടില്ല, അത് നിങ്ങളെ കോൺഫിഡൻസിനെ കുറക്കണം എന്നൊരു സിസ്റ്റം ഉണ്ടാവുന്നു. സ്ത്രീ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യുന്നു കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടി, ആ അട്രാക്ഷൻ നിലനിർത്താൻ വേണ്ടി, ആ ഒരു അറ്റൻഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട്. ആൻഡ് ഇത് വളരെ നോർമലാകും ചെയ്യുന്നു. ജസ്റ്റ് പുരുഷനോട് കമ്പയർ ചെയ്തിട്ടെങ്കിലും നോക്കിയാൽ എത്രത്തോളം അനീതിയാണെന്നുള്ളത് വളരെ വ്യക്തമാകുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ ആഫ്രിക്കയിലൊക്കെ ചില ഗോത്രങ്ങളുടെയൊക്കെ ചില കാര്യങ്ങൾ കാണാമല്ലോ. അപ്പോൾ കാതിലൊക്കെ വലിയൊരു റിങ് കിട്ടും, ചുണ്ടൊക്കെ അങ്ങനെ പൊളിച്ചിട്ട് വലിയ റിങ്, ചെറിയ പ്രായത്തിൽ ചെയ്യുന്ന കാര്യമാണെന്നൊക്കെ കാണാറുണ്ട്. അത് അവരുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ താഴത്തെ കമൻസ്, ഫെമിനിസ്റ്റിലായിട്ടുള്ള ആളുകൾ കമൻസ്, എന്തിനാണ് സൊസൈറ്റിക്ക് വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടി ഇവർ ഈ ഫിസിക്കൽ അട്രാക്ഷൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്? ഇതയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫിസിക്കൽ അട്രാക്ഷന് വേണ്ടി ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള ഡയറ്റ് എടുക്കുന്നുണ്ട്, ഹെൽത്തിന് പോലും പ്രയാസം ഉണ്ടാകുന്ന ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലോ വരാൻ വേണ്ടി എക്സ്ട്രാ സ്കിൻ കെയർ യൂസ് ചെയ്യുന്നുണ്ട്, കണ്ണിൽ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുപാട് അതിനെ സ്പെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ചോദിക്കുന്നു എന്തിനാണ് ആഫ്രിക്കയിലെ സ്ത്രീകൾ കാതിൽ ഇങ്ങനെ ചെയ്യുന്നത്, ചുണ്ടിൽ ഇങ്ങനെ? എക്സാക്ട്ലി അതാണ് നിങ്ങളും ചെയ്യുന്നത്. അത് കുറച്ചുകൂടി വിയേർഡായിട്ട് നമുക്ക് ഇന്ന് തോന്നുന്നു. ഈ സാധനം ചിലപ്പോൾ വേറൊരു കമ്മ്യൂണിറ്റിക്കും വിയേർഡായിട്ട് തോന്നുന്നതാണ്. അപ്പോൾ ടോട്ടലി പറഞ്ഞു വെച്ച കാര്യം അതാണ്. ഫെമിനിസ്റ്റ് പറ്റി നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്ത്രീകൾ അതുപോലെയോ അതിനേക്കാൾ ആഴത്തിലോ ഇതൊക്കെ എക്സ്പ്ലീസിറ്റ്ലി നമ്മൾ പുറത്തേക്ക് കാണുന്നതാണ്. നമ്മൾ പുറത്തേക്ക് കാണാത്ത കുറേ പിന്നെ കോസ്മെറ്റിക് സാധനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഈവൻ പിന്നെ ഈ വജൈനൽ എസ്തെറ്റിക്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ലാബിയോപ്ലാസ്റ്റി പോലെ സാധനങ്ങൾ. എന്തിനാ വെച്ചാൽ അതിൽ അവിടെ പോലും അവരുടെ ഒരു ഒതൻറ്റിക് സെൽഫിൽ കോൺഫിഡൻസ് ഉണ്ടാകാൻ പാടില്ല അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഓപ്പൺ റിലേഷൻഷിപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പോലും ഇവർ ഈ ലാബിയോപ്ലാസ്റ്റി പോലത്തെ സാധനങ്ങൾ, പിന്നെ ഈ ഇവിടെ പിന്നെ ബ്രസ്റ്റിലുള്ള ചെയ്യുന്ന പിന്നെ സാധനങ്ങൾ, ബട്ടക്സിൽ ചെയ്യുന്ന സാധനങ്ങൾ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്? കോൺഫിഡൻസ് ഉണ്ടാവാം. യെസ് യെസ്, അത് വളരെ ഓക്കെയാണ്. കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടി നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അത് സ്ത്രീകൾ തന്നെ മനസ്സിലാക്കുമ്പോൾ, സ്ത്രീകൾ തന്നെ വിഷയങ്ങൾ എക്സ്പോസ് ചെയ്യുമ്പോൾ. Feminism? Oh, the movement that pushes women into hookup culture, puts them on birth control, makes them work for their 20s and 30s for a boss that doesn't care about them? Yeah, thank you. സ്ത്രീകളിനെ വിഷയങ്ങൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അത് ശരിക്കും, അതും നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിജീവികളുടെ ഗ്രന്ഥങ്ങളൊന്നും പറ്റാറില്ലല്ലോ, സ്വീകരിക്കാറില്ലല്ലോ. അതിനപ്പുറത്ത് ലേമാൻ ആയിട്ടുള്ള ആളുകൾ പോലും, നോർമലി കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ആളുകൾ പോലും ഇത് മനസ്സിലാക്കുമ്പോൾ തുറന്നു പറയുമ്പോൾ സന്തോഷം എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഫെമിനിസ്റ്റെ പറ്റി പഠിക്കുക, മീൻസ് ആ വിഷയം താല്പര്യം ഉണ്ടെങ്കിൽ, അതിൽ ഈ പറഞ്ഞതിൽ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും സ്വാഭാവികമായിട്ടും നിങ്ങൾ ആഴത്തിൽ പഠിക്കുക, ആ വശങ്ങളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ചാനൽ ലഭ്യമാണ്, കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.